ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് നമ്മുടെ യൂണിവേഴ്സൽ ഗൈഡൻസ് നോക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട്, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് നമുക്ക് യൂണിവേഴ്സ് തരുന്നത്, ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നടക്കാൻ പോകുന്നത് നോക്കാം. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കണേ, പ്രാർത്ഥനയോടുകൂടി ഇരിക്കണേ, നല്ല കാർഡുകൾ വരണേ. യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക, നല്ലത് തന്നതിന് നന്ദി എന്ന് പറയുക. ഓക്കെ, നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട്. ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് എംപ്രസിൻ്റെ എനർജിയാണ്. കൊള്ളാലോ. ഇന്ന് എംപ്രസിൻ്റെ എനർജിയിലാണുള്ളത്. അതായത് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങളിലേക്ക് വരുന്ന ഒരു ദിവസമാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫെമിനിനിറ്റി നിങ്ങൾ കാണുന്നത് ആണായാലും പെണ്ണായാലും നിങ്ങളുടെ ഒരു ഫെമിനിനിറ്റി ഇന്നേ ദിവസം വളരെ വെളിവാകുന്ന ഒരു ദിവസമാണ്. ഫെമിനിൻ എനർജി ഇന്ന് വളരെ വെളിവാകുന്ന ഒരു ദിവസമാണ്. മാത്രമല്ല, എന്ത് അബണ്ടൻസിനെയും അട്രാക്റ്റ് ചെയ്യാൻ പോകുന്ന അത്രയും ശേഷിയുള്ള ഒരാളായിരിക്കും നിങ്ങൾ. അതുപോലെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ പവർ എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് തന്നെ ആഗ്രഹിച്ചാലും അത് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ എംപ്രസിൻ്റെ എനർജി പറയുന്നത് ഇന്നൊരു വളരെ ഫെർട്ടൈലായിട്ടുള്ള നിങ്ങൾ എവിടെ നിൽക്കുന്നോ ആ ലാൻഡിനെ ഫെർട്ടൈലാക്കാൻ ശേഷിയുള്ള ആളായിരിക്കും നിങ്ങൾ. അതുപോലെ നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി നിങ്ങളിന്ന് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരാളായിരിക്കും, ക്രിയേറ്റീവായിട്ടുള്ള ഒരാളായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഭയങ്കര സ്ത്രൈണത ഒക്കെ തോന്നുന്ന ദിവസമായിരിക്കും. നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളെ തന്നെയാണ് ഈ ചൊരുക്കിയൊക്കെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കും. പിന്നെ ഒരു പ്രഗ്നൻസി ഒക്കെ റിവീൽഡ് ആകാനോ ഒക്കെ ഉള്ളൊരു സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ പ്രഗ്നൻസി തയ്യാറെടുപ്പുകൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരിക്കും. അതാണ് എംപ്രസിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുന്ന ഡ്രസ്സാകാം, കോസ്മെറ്റിക് ഐറ്റംസ് ആകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാകാം, നിങ്ങൾക്ക് യാത്ര പോകേണ്ട സ്ഥലങ്ങളിലേക്ക് യാത്ര പോകുന്നതാവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എംപ്രസിൻ്റെ എനർജി. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നു, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കേട്ടോ. അതാണ് എംപ്രസിൻ്റെ എനർജി പറയുന്നത്. ഹൈ വൈബ്രേഷൻ ആയിരിക്കും, ഹൈലി എനർജറ്റിക് ആയിരിക്കും. സെക്കൻഡ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ വളരെ സ്നേഹമായിരിക്കും, വളരെ കലുഷിതമായ സാഹചര്യത്തിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നത്. പക്ഷേ നിങ്ങൾ ഇമോഷണലി വളരെ സ്റ്റേബിൾ ആയിരിക്കും, നിങ്ങൾ വളരെ ഓറിയൻറ്റഡ് ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസിലൊക്കെ പെട്ടിട്ടുണ്ടാവും. ഉള്ളിൽ നിങ്ങൾ വളരെ സ്നേഹമാണെങ്കിലും അത് പ്രകടിപ്പിക്കാതിരിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾ. അപ്പോൾ അതാണ് ഇന്നത്തെ കിങ് ഓഫ് കപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സ് നിറയെ സ്നേഹം ഉണ്ടായിരിക്കും, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. അതായിരിക്കും നിങ്ങളുടെ ഒരു നേച്ചർ. പക്ഷേ ഇന്നേ ദിവസം നിങ്ങളത് മാറ്റിയിട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഉള്ള സ്നേഹം മറ്റുള്ളവരോട് പ്രകടിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഉള്ളിൽ എന്താണോ ഉള്ളത് അത് തന്നെ പുറത്തേക്ക് പ്രകടിപ്പിക്കണം എന്നാണ് പറയുന്നത്. പുറമേ നടക്കുന്ന സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ വളരെ സ്റ്റേബിളാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ഉള്ളിലുള്ളത് അത് തന്നെ പുറത്തേക്ക് കാണിക്കാൻ ശ്രമിക്കുക. അതാണ് കിങ് ഓഫ് കപ്സ്. എല്ലാവരോടും വളരെ സ്നേഹമായിരിക്കും. അടുത്ത കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സും ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ ഒരു ഫെമിനൈൻ മാസ്കുലൈൻ ഒരു ഡ്യുവാലിറ്റിയാണ്. ആ രണ്ട് ഡ്യുവാലിറ്റി ഇന്ന് ഈക്വലിൽ വരുന്നുണ്ട്. നിങ്ങളുടെ മാസ്കുലിനിറ്റിയും ഫെമിനിനിറ്റിയും ഇന്നൊരുപോലെ വരുന്നുണ്ട്. ഇത് ഫെമിനൈൻ മാസ്കുലിൻ ഒരു കോമ്പറ്റീഷൻ ആണെന്ന് തോന്നുന്നു. ആദ്യത്തെ എംപ്രസും ഫെമിനിനിറ്റിയുടെ കാർഡായിരുന്നു. അപ്പോൾ കിങ് ഓഫ് കപ്സും ക്വീൻ ഓഫ് കപ്സും വരുന്നുണ്ട്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ സറണ്ടേർഡാണ്, അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് ഉള്ളതെല്ലാം, നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇന്ന് വളരെ വാത്സല്യം, മാതൃസ്നേഹം, വാത്സല്യം ആ ഒരു എനർജിയിലായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ആണെന്നുള്ളത്. അതായത് ഒന്ന് കിങ് ഓഫ് കപ്പാണ്. ചിലർ വളരെ അഡമൻ്റായിട്ട് വളരെ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കാതിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇവിടെ രണ്ടാമത് ക്വീൻ ഓഫ് കപ്പിനകത്ത് വളരെ സട്ടിലായിട്ടിരിക്കുന്ന, വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്ന, ഉണ്ടായിരുന്ന നമുക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കാൻ, വാത്സല്യപൂർവ്വം മറ്റുള്ളവർക്ക് കൊടുക്കാൻ
ശേഷിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളായിട്ട് കാണുന്നുണ്ട്. ഫെമിനിറ്റിയിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത്, എന്നാൽ ഒരു മാസ്കുലിൻ പകുതിയിൽ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുന്നില്ലായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ബാലൻസിലേക്ക് ഇന്നേ ദിവസം നിങ്ങൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കുള്ളിലെ ആണത്വവും പെണ്ണത്വവും നിങ്ങളിന്ന് പുറത്തെടുക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഓക്കെ, ഇവിടെ ഒരു ഹീലിങ്ങിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്ന ഒരു ദിവസമായിരിക്കും. മറ്റുള്ളവർക്ക് പറഞ്ഞ് സമാധാനിപ്പിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് വേണ്ടിയിട്ട് നിൽക്കുക, അതൊക്കെ ഉണ്ടാവും. മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കുകയും അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ പറഞ്ഞത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ വേദനകളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ഹീൽഡായിട്ടില്ല, നിങ്ങൾക്കുള്ളിലും വേദനകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ എന്തിനാണ് ഇവരുടെ വേദന കേട്ട് വേദനിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ്, ഓ ഈ പെയിനൊക്കെ ഞാനിപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്കും ആ ഹീലിംഗ് വരുത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹീലിംഗ് ആവശ്യമുണ്ട് മേഖലകളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തമായ ധാരണ വരുന്ന ദിവസമായിരിക്കും കേട്ടോ. അടുത്തത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്ന് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ ഓർഡറിനെസ് ആണ്, അതായത് ഓർഡറായിട്ട് ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഇന്ന് ഓവർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര പോവുക, അല്ലെങ്കിൽ കൂടുതൽ സമയം ജോലി ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക, എന്നും ചെയ്യുന്നതിൽ കൂടുതലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. അവിടെ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ പ്രശസ്തയാവുക, മാസ്റ്റേർഡ് ആവുക എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ 8 ഓഫ് പെൻറ്റക്കിൾസ് കൂടുതൽ പണിയെടുക്കുക, പണം നേടുക, സേവ് ചെയ്യുക. അപ്പോൾ ഇന്നേ ദിവസം കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് സേവ് ചെയ്യാനും പറ്റുമെന്ന് കാണുന്നുണ്ട്. ഇനി അത് റിലേഷൻഷിപ്പ് ഇഷ്യൂവിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ ഒന്ന് ബാക്ക് ടു നോർമൽ ആക്കാൻ കുറച്ച് പണിയെടുക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് ചിലപ്പോൾ നിങ്ങൾ ഇന്ന് അതിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നെക്സ്റ്റ് ഹീറോഫിനിൻ്റെ കാർഡാണ്. അപ്പോൾ ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങളിന്ന് നിങ്ങളുടെ മതമേലധ്യക്ഷന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ സമുദായ നേതാക്കന്മാരോ അങ്ങനെയുള്ള ആരെയെങ്കിലുമൊക്കെ നിങ്ങൾ പോയി കാണാൻ സാധ്യതയുണ്ട്. പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇന്ന് ക്ഷേത്രത്തിൽ പോകുന്നതാവാം, പള്ളിയിൽ പോകുന്നതാവാം, അവിടെ ചെന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാവാം, അവിടുത്തെ പുരോഹിതനെ കാണുന്നതാവാം, അവരോട് സംസാരിക്കുന്നതാവാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഹീറോഫൻ്റ് പറയുന്നത്. അതുപോലെ വിവാഹം കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വിവാഹത്തിൻ്റെ ദിവസമാണ്. പിന്നെ നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. കല്യാണമായിരിക്കാം, കുഞ്ഞുങ്ങൾക്ക് പേരിടൽ, വീടിന് കുറ്റിയടിക്കൽ, ഈ വയറ് കാണൽ ചടങ്ങ് അങ്ങനെയൊക്കെ പറയത്തില്ല, ട്രഡീഷണൽ ആയിട്ടുള്ള ചടങ്ങുകളിൽ ആ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് പണമൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഇന്നേ ദിവസം പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെയാണ് ആലോചിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇന്നേ ദിവസം ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണം മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ അങ്ങനെ ഒന്നും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കളയരുത്. നിങ്ങൾ ട്രഡീഷണൽ വേയിൽ മാത്രമേ നിലവിൽ നിങ്ങൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ട്രഡീഷണലായിട്ട് മാത്രം പണം ഇൻവെസ്റ്റ് ചെയ്യാനേ ഇന്നേ ദിവസം നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ മണി ട്രേഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ട്രേഡിങ്ങിലോ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ലോട്ടറിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇന്നേ ദിവസം അത് ചെയ്യണ്ട. നിങ്ങൾക്കതുകൊണ്ട് ബെനിഫിറ്റ് ഇല്ല, നഷ്ടമായിരിക്കും ഉണ്ടാകാനായിട്ട് പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് ഹീറോഫിൻ്റെ കാർഡ് വരുമ്പം പിന്നെന്താണെന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ ഇപ്പം കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ചിലപ്പം തടസ്സങ്ങളുണ്ടാവുമായിരിക്കും. അതായത് ജാതിയോ മതമോ ഒക്കെ വ്യത്യാസമുള്ള ആളുകളായിരിക്കാം, നിങ്ങളുടെ സോഷ്യൽ സ്റ്റേറ്റസ് വ്യത്യാസമായിരിക്കാം, പ്രായം വ്യത്യാസമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇന്ന് വളരെ നന്നായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു വിവാഹത്തിലേക്കൊക്കെ എത്തിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. നിങ്ങളുടെ ആരാണോ നിങ്ങളുടെ സാമുദായിക നേതാക്കന്മാർ അവരോടൊക്കെ പോയി ചിലപ്പോൾ സംസാരിക്കേണ്ടതായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളായിരിക്കും, നിങ്ങളുടെ പേരൻസ് ആയിരിക്കാം നിങ്ങളെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യത്തിനായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കേട്ടോ, നിങ്ങളുടെ മതപുരോഹിതന്മാരോ നിങ്ങളുടെ സമുദായത്തിൻ്റെ നേതാക്കന്മാരെയോ ഒക്കെ കാണുന്നതാവാം, ക്ഷേത്രതന്ത്രിമാരെയോ അങ്ങനെയൊക്കെ കാണുന്നതാവാം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു മെൻറ്ററാണ്, ഒരു ഗുരുവാണ്, സ്പിരിച്വൽ ഗുരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ ഗുരുവിനെ കണ്ടെത്താൻ പറ്റുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്നൊരു ഒരു ഉപദേശം കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങൾ റീഡിംഗ് എടുക്കുന്നതോ കൺസൾട്ടേഷൻ ചെയ്യുന്നതോ കൗൺസിലിങ്ങിന് പോകുന്നതോ ഒക്കെ ആവാം കേട്ടോ. ചിലപ്പോൾ ധ്യാനം കൂടുന്നതോ ഒക്കെ ആകാം. അങ്ങനെയുള്ള കാർഡാണ് ഹീറോഫൻ എന്ന് പറയുന്നത്.
നിങ്ങൾക്ക് മനസ്സമാധാനം സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ വേണ്ടി എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങൾ നിങ്ങളുടെ പുരോഹിത വർഗത്തിൽപ്പെട്ട ആരെയോ അല്ലെങ്കിൽ നിങ്ങൾ മേലധ്യക്ഷന്മാരാരെയോ നിങ്ങളിന്ന് കാണേണ്ടതായിട്ട് വരും. അടുത്തത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഇന്ന് ഭാഗ്യമുണ്ട്. നിങ്ങളുടെ കർമ്മിക് സൈക്കിളിലെ ഒരു കർമ്മ അവസാനിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നമുക്ക് വേൾഡ് കാർഡിലൂടെ കാണുന്നുണ്ടായിരുന്നു. അത് കർമ്മ ക്ലിയറൻസ് ആണ്. അത് ഒരു സൈക്കിള് അവസാനിച്ച് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നമ്മൾ ഹീറോഫൻറ്റിൻ്റെ കാർഡ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഏത് കാർഡ് വന്നപ്പോഴായിരുന്നു പറഞ്ഞത്? ഇതല്ലേ ഹീറോഫൻറ്റിൻ്റെ കാർഡ് വന്നപ്പോഴല്ലേ ലോട്ടറി അല്ലെങ്കിൽ ട്രഡീഷണൽ വേ ഓഫ് മണി മേക്കിങ്ങേ ഉണ്ടാക്കാൻ പാടുള്ളൂ, അല്ലാത്ത രീതിയിലേക്ക് പോകരുതെന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇന്നേ ദിവസങ്ങളിൽ ലോട്ടറിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ലോട്ടറികളൊക്കെ അടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ലോട്ടറി ഭാഗ്യം ചിലപ്പോൾ ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് ഇന്ന് ഭാഗ്യത്തിൻ്റെ ദിവസമാണെന്ന് കാണുന്നുണ്ട്. അത് ഭാഗ്യം ഏത് രീതിയിലും ആകാം. ലോട്ടറി എടുക്കാത്തവർക്ക് ഇങ്ങനെ ലോട്ടറി അടിക്കുമെന്ന് ചോദിച്ചാൽ ലോട്ടറി അടിക്കാൻ സാധ്യതയില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങളിലേക്ക് പണം വരുന്നതാകാം. പണം തന്നെ വരണമെന്ന് നിർബന്ധമില്ല. എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നതിനാണ് നമ്മൾ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ സന്തോഷം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സന്തോഷം വന്നാൽ അതാണ് അവരുടെ ഭാഗ്യം. മനസ്സമാധാനം ആഗ്രഹിച്ചിരിക്കുന്നവരുടെ അടുത്തേക്ക് മനസ്സമാധാനം വന്നാൽ അതാണ് അവരുടെ ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾ അതിനെ കാണേണ്ടത്. നിങ്ങളുടെ ഒരു കർമ്മം അവസാനിക്കുന്നു, അതിന് പാരിതോഷികം നിങ്ങൾക്ക് ലഭിക്കും. അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. കാലം നിങ്ങൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. അതാണ് കേട്ടോ വീൽ ഓഫ് ഫോർച്യൂൺ. നെക്സ്റ്റ് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു കപ്പ് ഓഫ് ലവുമായിട്ട് കുറേ നാളായിട്ട് നിങ്ങൾ ആരെയാണോ കാത്തിരുന്നത് ആ ആൾ നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഒരു ശരിക്കും അത് സ്ലോ ഡൗൺ ആണ്. പക്ഷേ ആ കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് തന്നെ വന്ന് ചേരണം എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ആ കാലം കാത്തു വെച്ചേക്കുന്നത് തന്നെയാണ്. ചിലപ്പം ഒരു പേഴ്സണെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ ആ കർമ്മ ക്ലിയർ ചെയ്താൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ഒരു റിയൂണിയൻ്റെ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ചെയ്യും. നൈറ്റ് ആയതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ആവാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. അതാണ് നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് ഇത് 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള പ്രവൃത്തി അതെന്ത് തന്നെയായാലും പെൻറ്റക്കിൾസ് ആയതുകൊണ്ട് ചിലപ്പോൾ പണപരമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആവശ്യം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓവർ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫ്രൂട്ട് ഓഫ് ദ ലേബർ നിങ്ങൾ ചെയ്തിട്ടുള്ളതിൻ്റെ ഫലം നോക്കിയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി എന്ന് പറയുന്നത് ഫ്രൂട്ട് ഓഫ് ദ ലേബർ ആണ്. നിങ്ങൾ എന്താണോ ചെയ്തിട്ടുള്ള പ്രവൃത്തി അതിൻ്റെ ഫലം നിങ്ങൾക്കിന്ന് കിട്ടും, അനുഭവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. നിങ്ങളിന്ന് വളരെ സെൽഫ് എസ്റ്റീംഡ് ആയിട്ടുള്ളൊരു ലേഡി ആയിരിക്കും, ഒരു ഫെമിനൈൻ എനർജി ആയിരിക്കും. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന കുറച്ച് വളരെ ബോൾഡായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കുറച്ചൊരു മച്ചുവറായിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പണം സമ്പാദിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പണസമ്പാദനം മുൻപേ നടത്തി വെച്ചിട്ടുള്ള ഒരാളായിരിക്കും. നിങ്ങൾ വെൽത്തിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ സമൃദ്ധിയിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ഇന്നേ ദിവസം വന്നു ചേരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് പണം കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പണം വന്നു കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അടുത്ത ഫുൾ കാർഡാണ്. ഒരു പുതിയ തുടക്കം നിങ്ങളിൽ ഉണ്ടാവുന്നതാണ്. പാസ്റ്റിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്, അത് കഴിഞ്ഞു. പാസ്റ്റിലെ ബാഗേജിനെ കൊണ്ട് നടക്കണ്ട. എന്ത് ബാഗേജ് ആണെങ്കിലും അത് നിങ്ങളവിടെ ഡ്രോപ്പ് ചെയ്യുക, പുതിയൊരു തുടക്കം നടത്തുക. പോകുന്നത് വളരെ റിസ്ക്കി ആയിരിക്കും, കാരണം മുമ്പുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അത്ര നല്ലതായിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പേടിയുണ്ടാവും മുന്നോട്ട് പോകാൻ. പക്ഷേ എന്ത് റിസ്ക് എടുത്താലും എത്ര അഡ്വഞ്ചറസ് ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക. നിങ്ങളെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യും. കാരണം നിങ്ങൾ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി മൂളിപ്പാട്ടം പാടി നടക്കുന്നൊരു ഇന്നസെൻ്റ് ആയ ആളാണെന്നാണ് ഇന്നേ ദിവസം പറയുന്നത്. അപ്പോൾ ഫുൾ കാർഡുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങളെ യൂണിവേഴ്സ് ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കമാണ്, നിങ്ങൾക്ക് ഇന്നൊരു യാത്രയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും പേടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളൂ. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ഒരു പുതിയ തുടക്കം തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ കർമ്മ പാക്കേജ് എല്ലാം ക്ലിയർഡ് ആണ്. അതുകൊണ്ട് പറഞ്ഞില്ലേ, വീൽ ഓഫ് ഫോർച്യൂൺ പറഞ്ഞില്ലേ, കുറേ കർമ്മ നിങ്ങളുടെ അവസാനിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കർമ്മ പാക്കേജ് എല്ലാം ക്ലിയർഡ് ആണ്. അപ്പോൾ നിങ്ങൾ പുതിയൊരാളാണ്, പുത്തൻ തുടക്കമാണ്, ബ്രാൻഡ് ന്യൂ നിങ്ങളാണ് കേട്ടോ. ലാസ്റ്റ് കാർഡ് മജീഷ്യനാണ്. ഈ എംപ്രസും ഈ മജീഷ്യനും പറയുന്നത് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നേടാൻ പറ്റുന്ന വിധം നിങ്ങൾ വളരെ മാനിഫെസ്റ്റേഷൻ പവറുള്ള ആളുകളാണ് ഇന്നേ ദിവസം എന്നാണ് പറയുന്നത്. അതുപോലെ നിങ്ങളിന്ന് ക്രിയേറ്ററാണ്. നിങ്ങളിന്ന്
പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ള അറിവിൽ നിന്ന് നിങ്ങൾ ഒരുപാട് അറിവുകൾ നിർമ്മിക്കുന്നതാവാം, ഉള്ള പണത്തിൽ നിന്നും ഒരുപാട് പണം നിർമ്മിക്കുന്നതാകാം, കൊച്ചു കൊച്ചു സങ്കല്പങ്ങൾ വെച്ച് കഥകൾ എഴുതുന്നതാവാം, പുതിയ രചനകൾ നടത്തുന്ന എഴുത്തുകളായിരിക്കാം, വരകളായിരിക്കാം, എന്ത് തന്നെയായാലും നിങ്ങൾ പുതിയ പുതിയ സൃഷ്ടികൾ നിങ്ങൾ നടത്തുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളെ ഉള്ളെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ഏറ്റവും മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ആഡ് ചെയ്തിട്ട് പുതിയ പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കുന്നതാണ്, വളരെ ക്രിയേറ്റീവ് ആയിരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇന്ന് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നിരുന്ന് നിങ്ങളോട് മറ്റുള്ളവരുടെ കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞു തരാൻ സാധ്യതയുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ മാനിപ്പുലേഷൻ നിങ്ങൾ മാനിപ്പുലേഷൻ കേട്ടോളൂ, പക്ഷേ ആ മാനിപ്പുലേഷൻ കർമ്മയുണ്ടാക്കുമെന്ന് അറിഞ്ഞിട്ട് വേണം അത് കേൾക്കാൻ. ആ മാനിപ്പുലേഷൻ നിങ്ങളെ വഴിതെറ്റിക്കാൻ നോക്കരുത്, നിങ്ങൾ മാനിപ്പുലേറ്റഡ് ആവരുത്, നിങ്ങളും ആരെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളതിനെ സത്യമാക്കാൻ ശ്രമിക്കേണ്ട, അത് സത്യമാവത്തില്ല ഒരിക്കലും. സത്യത്തിന് ഒറ്റ മുഖമുള്ളൂ, അത് വളരെ വികൃതമായിരിക്കും. ഓക്കെ, അതാണ് മജീഷ്യൻ്റെ എനർജി പറയുന്നത്. എന്തും സൃഷ്ടിക്കാൻ പോകുന്ന അത്രയും പവറുള്ള ആളുകളാണ് നിങ്ങൾ ഇന്നേ ദിവസം. അതാണ് മജീഷ്യൻ പറയുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങളിന്ന് സ്പിരിച്വലി വളരെ നല്ലൊരു ഡിസിഷൻ എടുക്കുന്നു. സ്പിരിച്വലി നിങ്ങൾ എന്തോ ഒരു പുതിയ തലത്തിലേക്ക് നിങ്ങൾ ഇന്നേ ദിവസം പോകുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു ദൈവികതയൊക്കെ നിങ്ങൾക്ക് ഇന്നേ ദിവസം കാണാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ പുതിയ പുതിയ തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ക്യൂൻ ഓഫ് കപ്സിലാണെങ്കിലും മജീഷ്യൻ്റെ അകത്താണെങ്കിലും 9 ഓഫ് പെൻറ്റക്കിൾസിനകത്താണെങ്കിലും വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ കുറേ നാളുകളായിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കണം. അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ കുട്ടിക്കാലം മുതലുള്ള നിങ്ങളുടെ ആഗ്രഹമായിരിക്കും ചില കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത്. അത് നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും, പെൻഡിങ്ങിലാക്കി വെച്ചേക്കുമായിരിക്കും. അത് ഇപ്പോൾ റിലീസ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവും, ഞാനൊരു പുതിയ കാര്യം പഠിക്കും, ഞാനിപ്പോൾ എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് തുടങ്ങും, ഞാനൊരു പുതിയ തുടക്കം ഉണ്ടാക്കും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് മൊത്തത്തിൽ പറയുന്നത് നിങ്ങൾ എന്തൊക്കെയോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ പുതിയ സൃഷ്ടികൾ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ പുതിയതായിട്ട് പഠിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ പുതിയ എന്തോ ഒരു കാര്യം നിങ്ങൾ സൃഷ്ടിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഡാൻസ്, പാട്ട്, പിന്നെ വരയ്ക്കുക, പിന്നെ ക്ലേ മോഡലിങ് ചെയ്യുക, മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ? അങ്ങനെയുള്ള എന്തോ ഒരു പുതിയ കാര്യം നിങ്ങൾ എല്ലാ ദിവസം ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും. ചിലപ്പോൾ ടാരോ പഠിക്കുന്നതാവും കേട്ടോ, ടാരോ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നതാവാം, ടാരോ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതാവാം, അതിനുവേണ്ടിയുള്ള പ്രാരംഭ നടപടികൾ ചെയ്യുന്നതാവാം, അതൊക്കെ ആകാം. എന്തോ ഒരു പുതിയ കാര്യം നിങ്ങൾ ഈ 1-2 ആഴ്ചയ്ക്കുള്ളിൽ നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ സർക്കിളിൻ്റെ എൻഡിങ്ങും പുതിയ തുടക്കവും കാണിക്കുന്നുണ്ട്, അതിനകത്ത് ഏസ് ഓഫ് വാണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ള എന്തോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു ഗുരുവിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നു എന്നാണ്, ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഗൈഡൻസ് എടുക്കുന്നുണ്ടാവാം, നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗുരുവിനെ കിട്ടുന്നുണ്ടാവാം, നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നുണ്ടാവാം. ഞാനിപ്പോൾ തന്നെ പറഞ്ഞതേ ഉള്ളൂ, എന്തോ ഒന്ന് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നുണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് അന്നത്തെ ജനറൽ ഗൈഡൻസ് കേട്ടോ. ഇതാണ് ജനറൽ ഗൈഡൻസ്. അടുത്തത് ഏഞ്ചൽസ് ഓറക്കിൾ എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് ഓറക്കിൾ നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് പീസ്ഫുൾ റെസൊല്യൂഷനാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രതിജ്ഞ, ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ദൃഢപ്രതിജ്ഞ എടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരു വളരെ സ്റ്റേബിളായ ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. പീസ്ഫുൾ റെസൊല്യൂഷൻ. സെക്കൻഡ് കാർഡ് വന്നിട്ട് റൊമാൻസ്. കണ്ടല്ലോ, ഇവിടെ നൈറ്റ് ഓഫ് കപ്സും 9 ഓഫ് പെൻറ്റക്കിൾസും ഫൂളും ഒക്കെ പറയുന്ന പുതിയ തുടക്കമുണ്ട്. ഇവിടെ നിങ്ങളുടെ കർമ്മ അവസാനിച്ചു പോകുന്നു, നിങ്ങൾ കാത്തിരിക്കുന്ന ആൾ നിങ്ങളിലേക്ക് വരുന്നു എന്നൊക്കെയാണ്. റൊമാൻസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റൊമാൻസ് നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ചിലപ്പോൾ അത് പ്രകടിപ്പിക്കുന്നുണ്ടാവത്തില്ല, കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയൊക്കെ ഉള്ളതുപോലെ പ്രകടിപ്പിക്കുന്നുണ്ടാവത്തില്ല. നിങ്ങളും അതിനെ ക്യൂൻ ഓഫ് കപ്പ് ആയിരിക്കും. ഒരു കിങ് ഓഫ് കപ്പ് വന്ന് നിങ്ങളുടെ അടുത്ത് നിൽക്കും, നിങ്ങളും ക്യൂൻ ഓഫ് കപ്പ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അത് കൈമാറുക എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. പക്ഷേ അത് കൈമാറത്തില്ല, അത് അങ്ങോട്ട് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നോ നീഡ് ടു വറി. യൂണിവേഴ്സിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പദ്ധതികളുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സ് കൃത്യസമയത്ത് വേണ്ട പോലെ നടത്തിക്കോളും. നിങ്ങളതിൽ ബേജാറാവേണ്ട ആവശ്യമില്ല. അത് യൂണിവേഴ്സ് തന്നെ നോക്കിക്കോളും.
അടുത്ത ലുക്ക് ഫോർ എ സൈൻ. നിങ്ങൾ ഒരു അടയാളം നോക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് യൂണിവേഴ്സിനോട് അടയാളം ചോദിക്കുക. ആ അടയാളം യൂണിവേഴ്സ് കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഇതാണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ലവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണ്? ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വേർഡ് ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു. ആസ്ക് ഫോർ ആൻഡ് അക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ്. ഇത് നമ്മളെപ്പോഴും യൂണിവേഴ്സ് നമ്മളോട് പറയുന്നതാണ്. സീക്കിംഗ് ഹെൽപ്പ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കൂ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോഴും പറയുന്നത്. നിങ്ങൾക്ക് സുഹൃത്തുക്കളുടെ സഹായം തേടാം. അടുത്ത ട്രസ്റ്റ്. ദി സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. നിങ്ങൾ ട്രസ്റ്റ് വയ്ക്കുകയാണെങ്കിൽ യൂണിവേഴ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വരുവേലേ എന്ന് 10 പ്രാവശ്യം ചോദിച്ചുകൊണ്ടിരുന്ന വരുവേല. ഓക്കെ, അപ്പോൾ വരും എന്ന് ഉറച്ച് വിശ്വസിക്കാം. നെക്സ്റ്റ് ഹണിമൂണാണ്. എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. നല്ല നല്ല നിമിഷങ്ങളെ ഓർമ്മകളാക്കി മാറ്റൂ എന്നാണ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് ന്യൂ ലവ്. എ ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റിർഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ്. ആരോ നിങ്ങളെ ഇളക്കുന്നുണ്ട്. സ്റ്റിർ എന്ന് വെച്ചാൽ ഇളക്കുകയാണ്. ആരോ നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സിനെ ഇളക്കുന്നുണ്ടെന്നാണ്. ഒരു ന്യൂ ലവ് വരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ പോയ പഴയ ആളുകൾ ഒരു പുതിയ ആളായിട്ട് വരുന്നതാവാം, അല്ലെങ്കിൽ പോയ ആളുകൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പുതിയ ആളായിട്ടിരിക്കുന്നതാവാം. ഒരു ന്യൂ ലവ് ആണ് ഇവിടെ സ്റ്റാർട്ടാവുന്നത്. സുഹൃത്തുക്കളെ ആരും പേടിക്കേണ്ട, ഓടിക്കൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ട്, അതും കൂടെ അമർത്താൻ മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളൊരു കമൻറ്റ് കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.